നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉമർ ഖാലിദ് സർജിൽ ഇമാം എന്നുള്ള രണ്ട് മുസ്ലിം സ്റ്റുഡൻറ് ലീഡേഴ്സ്. അപ്പോൾ എനിക്ക് അവർ നോ ലോങ്ങർ സ്റ്റുഡൻസ്, ബട്ട് ദേ ആർ emerging intellectual political leaders of the community, I will say. അപ്പോൾ അങ്ങനെ രണ്ടുപേരെ സുപ്രീം കോടതി 5 വർഷത്തിന് ശേഷം ബെയിൽ നിഷേധിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞ ഒരു ഓപ്പറേറ്റീവ് സംഗതി ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയത് ഞാൻ കോട്ട് ചെയ്യുന്നു. Saying that prosecution material shows their central and formative role and involvement in the level of planning, mobilization and strategic direction. അത് CA അജിറ്റേഷനെതിരെ അവർ ചെയ്ത കുറ്റമാണിത്. അത് ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ചെയ്യുന്നത് ഈ രാജ്യത്തെ ഇപ്പോൾ കുറ്റകരം, ബെയിൽ കിട്ടാത്ത കുറ്റമാണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അവർ പറയുന്നില്ല CA പൊളിറ്റിക്കൽ അജിറ്റേഷനാണെന്ന് അവർ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അത് ദേശത്തിനെതിരായി എന്ന് പറയുന്നു. സർ, നമ്മളൊക്കെ ജീവിച്ച ഇന്ത്യയിലാണോ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്? എനിക്കൊരു സംശയം. ഞാൻ താങ്കൾ എമർജൻസി വരെ കണ്ടാണ് പറഞ്ഞത്. നമ്മളൊക്കെ ജീവിച്ചത് ഇന്ത്യ തന്നെ ഒരു സംശയം. കോടതികൾ ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ, അതായത് സുപ്രീം കോടതി പറയുകയാണ് ഒരു രാഷ്ട്രീയ മൂവ്മെന്റിലെ പങ്കാളിയായാൽ നിങ്ങൾക്ക് ബെയില് കിട്ടത്തില്ല. അത് 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വെർഡിക്റ്റിനെ കുറിച്ച്? അതെ, താങ്കള് പറഞ്ഞതുപോലെയാണ് എൻ്റെ ഒരു എന്താ പറയണ്ട ഒരു ആസ്തിത്വം തന്നെ നമ്മളെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യ നിഷേധം അതിങ്ങനെ തുടരുകയാണ് പരസ്യമായിട്ട്. അത് ഏറ്റവും സമുന്നത കോടതിയിലെ ഒരു 2 പേരുള്ള ബെഞ്ച് ഇത്തരത്തിൽ ജനാധിപത്യത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും നിയമപരിപാലനത്തിന്റെയും കടക്കൽ കത്തിവെക്കുന്ന ഒരു വിധിന്യായമാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ നിലവിലുള്ള എക്സിക്യൂട്ടീവിന്റെ അവരുടെ ആഗ്രഹത്തിനൊത്ത്, അവരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്കൊത്ത് ജനാധിപത്യത്തെ പുല്ലുവില കൽപ്പിക്കാത്ത ഒരു വിധിന്യായമാണ് നാം ഇന്നലെ കേട്ടത്. പരമമായ ഫാസിസം എന്നോ എന്താണ് വിളിക്കുന്നത്? അബ്സല്യൂട്ട് ഫാസിസം. ഇത് കോടതിയുടെ വിധി തന്നെ. സർ, ഞാനത് പൊളിറ്റിക്കലാണ് ഞാൻ കാണുന്നത്. ജുഡീഷ്യറിയുടെ തോൽവി, ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡെമോക്രസിയിൽ ജുഡീഷ്യറിയുടെ റോള് വളരെ പ്രധാനമാണ്. ആ പ്രാധാന്യം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു പെരുമാറ്റമാണ് എന്ന് പറയേണ്ടി വരും. ഇതിനെതിരായി നമ്മൾ ശബ്ദിക്കണം. നമ്മൾ വേണ്ടി വന്നാൽ തെരുവിൽ പോലും ഇറങ്ങണമെന്നാണ് എന്നിലുള്ള ആക്ടിവിസ്റ്റ് പറയുന്നത്. ഇതൊരു വെറും കോടതി രീതി. താങ്കൾ 75-ാം വയസ്സിൽ കോടതി അലക്ഷ്യത്തിന് എന്തായാലും നിങ്ങൾ വിധിച്ചിരിക്കുന്ന ജയിലാണെങ്കിൽ നല്ലൊരു കാര്യത്തിന് ജയിലിൽ പോയിക്കൂടെ? ഇല്ലാത്ത കാര്യത്തിന് പോകുന്നതിൽ നല്ലതല്ലേ എന്തെങ്കിലും ചെയ്തു പോകുന്നത്? ചെറിയ നമ്മളാരും EDയും CBIയും ഇൻകം ടാക്സും പിടിക്കാൻ പോകുന്നില്ല, പക്ഷെ ഇതിലൊക്കെ അതുകൊണ്ട് ഇത് സുപ്രീം കോടതി അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന ഒരു വിധിയായി പോയി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി വീണ്ടും